ഇടതുപക്ഷ സർക്കാരിലെ മുൻ മന്ത്രിയായിരുന്ന നീലനെ പെണ്ണുകേസിൽപ്പെടുത്തിയതിന് പിന്നിൽ CPM ഗൂഢാലോചനയാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടി താൽപ്പര്യത്തിന് വഴങ്ങാതിരുന്നതിനുള്ള ശിക്ഷയെന്ന നിലയ്ക്കാണ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന നയനാരുടെ സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ. 1996, 2001 കാലത്തെ EK നയനാർ മന്ത്രിസഭയിലെ വനം ഗതാഗത മന്ത്രിയായിരുന്ന നീലൻ ലോഹിതദാസ് നാടാരെ ലൈംഗിക പീഡന കേസിൽ കുടുക്കിയതിന് പിന്നിൽ CPMന്റെ തീരുമാനമായിരുന്നുവെന്നാണ് കലാകൗമുദി വാരികയിലെ ഒരു ലേഖനം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ലേഖനം ഇപ്പോൾ CPMനെ വെട്ടിലാക്കിയിരിക്കുകയാണ്. നയനാരുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന മുരളീധരൻ നായർ ഇക്കാര്യം കേരള കൗമുദിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്ന BC ജോജോയോട് വെളിപ്പെടുത്തിയിരുന്നുവെന്നാണ് കലാകൗമുദി വാരികയിൽ സെപ്റ്റംബർ 7 S ജഗദീഷ് ബാബു, അതായത് കേരള കൗമുദിയുടെ മുൻ ലേഖകൻ എഴുതിയ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പും അജ്ഞാത യുവതിയും എന്ന ലേഖനത്തിലാണ് ഈ വമ്പൻ വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത്. പാർട്ടിക്ക് താല്പര്യമുള്ള മലപ്പുറത്തെ വ്യവസായിക്ക് വേണ്ടിയാണ് നീലനെ കുടുക്കിയതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന നളിനി നെറ്റോയെ ഓഫീസ് മുറിയിൽ വെച്ച് മന്ത്രി നീലൻ കടന്നു പിടിച്ചുവെന്നായിരുന്നു പരാതി. ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടിയും വന്നു. ഇതെല്ലാം CPM ഒരുക്കിയ കെണിയായിരുന്നു എന്നാണ് മുരളീധരൻ നായരുടെ തുറന്നു പറച്ചിൽ. ആ വാക്കുകൾ ഇങ്ങനെയാണ്: അടുത്ത കാലത്ത് അന്തരിച്ച കേരള കൗമുദിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്ന BC ജോജോ മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് എന്നെ വിളിച്ച് സംസാരിക്കുന്നതിനിടയിൽ നീല ലോഹിതദാസിന്റെ രാജിയെക്കുറിച്ച് നയനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന മുരളീധരൻ നായർ നടത്തിയ വെളിപ്പെടുത്തൽ പറഞ്ഞിരുന്നു. രോഗബാധിതനായി കിടക്കുമ്പോഴാണ് ജോജോയെ കാണണമെന്ന് ആവശ്യപ്പെട്ടത്. വീട്ടിൽ ചെന്ന ജോജോയോട് തനിക്ക് കുറ്റബോധമുള്ള ഒരു സംഭവം പറയാനാണ് വിളിപ്പിച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണ് വനമന്ത്രിയായിരുന്ന നീല ലോഹിതദാസിന്റെ രാജിക്ക് പിന്നിലെ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായിരുന്നുവെന്ന് ഏറ്റുപറഞ്ഞത്. മലപ്പുറംകാരനായ ഒരു വ്യവസായി നടത്തിയ മരം കൊള്ളയുടെ കേസായിരുന്നു ഇതിന് പിന്നിൽ. കേസ് അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി നയനാർ വനമന്ത്രി നീലിനോട് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി എഴുതി നൽകണമെന്ന നിലപാടാണ് നീലൻ സ്വീകരിച്ചത്. ഇക്കാര്യം അന്ന് LDF കൺവീനറായിരുന്ന VS അച്യുതാനന്ദനെ നേരിൽ കണ്ട് അറിയിക്കുകയും ചെയ്തു. പാർട്ടിയുടെ താല്പര്യം നടപ്പാക്കാനാണ് നയനാർ നീലിനോട് ആവശ്യപ്പെട്ടത്. അഴിമതി ഉണ്ടെങ്കിൽ അത് അനുസരിക്കേണ്ട എന്ന് VS പറഞ്ഞു. VS നൽകിയ ബലത്തിലായിരുന്നു നീലൻ ലോഹിതദാസിന്റെ ഉറച്ച നിലപാട്. ഈ സംഭവത്തിന്റെ അനന്തരഫലമായിരുന്നു IASകാരിയുടെ ആരോപണമെന്നാണ് മുരളീധരൻ നായർ രോഗശൈലിയിൽ കിടന്നുകൊണ്ട് ജോജോയോട് നടത്തിയ ഏറ്റുപറച്ചിൽ. ഓരോ സ്ത്രീ പീഡന കേസിന്റെയും പിന്നിൽ ഇത്തരം ദുരൂഹമായ സംഭവങ്ങളുണ്ടെന്ന് കാണാം. ഇതാണ് ജഗദീഷ് ബാബു കൗമുദിയിൽ എഴുതിയിരിക്കുന്നത്. പാർട്ടിക്ക് താല്പര്യമുള്ള അഴിമതിക്കാരനായ വ്യവസായിക്ക് വേണ്ടി ഘടകകക്ഷി മന്ത്രിയായ നീലിനെ ലൈംഗിക ആരോപണത്തിൽ കുരുക്കി ഒഴിവാക്കിയെന്ന അതീവ ഗുരുതരമായ ആരോപണമാണ് കലാകൗമുദിയിലൂടെ പുറത്തു വന്നിരുന്നത്. ഈ സംഭവത്തിൽ പരാമർശിക്കപ്പെടുന്ന കഥാപാത്രങ്ങളായ EK നയനാർ, മുരളീധരൻ നായർ, BC ജോജോ, VS അച്യുതാനന്ദൻ എന്നിവർ ലോകത്തോട് വിട പറഞ്ഞു. നീലനും നളിനി നെറ്റോയുമാണ് ഇനി ഈ ആരോപണത്തിന്റെ നിജസ്ഥിതി വെളിപ്പെടുത്തേണ്ടത്. ലൈംഗിക പീഡന ആരോപണത്തോടെ നീലൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തനാവുകയും ചെയ്തു. ഏതാണ്ട് നിഷ്കാസനായ അവസ്ഥയിലുമാണ്. 1999 നയനാർ മന്ത്രിസഭയിൽ വനം ഗതാഗത മന്ത്രിയായിരുന്ന ജനതാദളിന്റെ നീല ലോഹിതദാസ് നാടാർക്കെതിരെ പരാതി നൽകിയത് അന്നത്തെ ഗതാഗത സെക്രട്ടറി നളിനി നെറ്റോ ആയിരുന്നു. ഔദ്യോഗിക കാര്യങ്ങൾ സംസാരിക്കാനെന്ന വ്യാജനെ വിളിച്ചു വരുത്തി നാടാർ അപമാനിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് നളിനി നെറ്റോ നൽകിയ പരാതിയിലെ പ്രധാന പരാമർശം. 1999 ഡിസംബർ 21 കേസിനാസ്പദമായ സംഭവം നടന്നത്. ഇത്തരത്തിൽ നടന്നിരിക്കുന്ന മന്ത്രിമാർ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളെയും മഹത് വ്യക്തികളെയും കുടുക്കാൻ നടത്തിയിരിക്കുന്ന ഇത്തരം ലൈംഗിക ആരോപണ കേസുകളും പരാതികളും വീണ്ടും അന്വേഷിക്കണമെന്നുള്ള ആക്ഷേപം ഇതോടെ കൂടുതൽ മുറുകി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ളവർക്കെതിരെയുള്ള പരാതികളിൽ അതിനെ മറയ്ക്കാൻ വേണ്ടിയാണ് ഇത്തരം നീക്കം നടത്തുന്നത്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതെന്നുള്ള ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം വിശദമാകണമെങ്കിൽ നാടാർ വാതുറക്കണം, അതല്ലെങ്കിൽ നളിനി നെറ്റോ വാതുറക്കണം. ഏതായാലും ഇരുവരും വാതുറക്കുമെന്ന പ്രതീക്ഷയോടെ നമുക്കും കാത്തിരിക്കാം.